ശരിക്കും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള സ്നേഹം കിട്ടാറുള്ള ഒരു ഫാമിലിയാണ് നിങ്ങൾ. എല്ലാവർക്കും ശരിക്കും വലിയത് കിട്ടാറുണ്ട്. വസ്ത്രം ധരിക്കാതെ റോട്ടിലൂടെ നടന്നാൽ പോലും നോ എന്നാണെങ്കിൽ ആ സ്ത്രീയുടെ ശരീരത്തിൽ തൊടാൻ പാടില്ല. അത് കേരളം എന്നല്ല, ലോകത്തെവിടെയാണെങ്കിൽ. ശരിക്കും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള സ്നേഹം കിട്ടാറുള്ള ഒരു ഫാമിലിയാണ് നിങ്ങൾ. എല്ലാവർക്കും ശരിക്കും വലിയത് കിട്ടാറുണ്ട്. സ്നേഹത്തിന്റെ കൂടെ തന്നെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വേറൊരു കാര്യം പറയുന്നുണ്ട്. അത് സൈബർ അറ്റാക്ക് ആണ് ചിലപ്പോഴൊക്കെ. അത് ചിലപ്പോൾ ആഴ്ച മാസം ഏതെങ്കിലും കാര്യത്തിൽ എങ്ങനെയെങ്കിലും വന്ന് പെടാറുണ്ട്. അപ്പൊ അൻസുവിനെ സംബന്ധിച്ച് ഇവരെല്ലാവരും ശരിക്കും പറഞ്ഞാൽ കുറച്ച് വളർന്ന് നല്ല ഉരുക്ക് പോലെ ആയതിനു ശേഷം എന്തും ഫേസ് ചെയ്യാൻ തന്നിടാതിനു ശേഷമാണ് സോഷ്യൽ മീഡിയ ഇവിടെ വളരുന്നത്. അൻസുവിനെ സംബന്ധിച്ച് അൻസു വളരെ ചെറുതായിരിക്കുമ്പോഴാണ് അതിലേക്ക് വന്നു വരുന്നത്. അൻസു എങ്ങനെ ഇതൊക്കെ ഡീൽ ചെയ്യുന്നത്? കാണുമ്പോൾ വിഷമം തോന്നാറുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെ ഇത് മാനേജ് ചെയ്യാം? ആക്ച്വലി ഞാൻ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയപ്പോൾ I was 14. അന്ന് കോവിഡ് ആയ ടൈം, കോളേജ് സ്കൂളൊക്കെ അടച്ചിട്ട് ഞാൻ സ്കൂളൊന്നും ഇല്ല, ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. നമുക്ക് പണ്ട് 2020 ഒരു ഭയങ്കര ഒരു സൈബർ ബുള്ളിങ് ഒരു അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അന്ന് ഫസ്റ്റ് സംഭവിച്ച എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ആയി എന്ത് എന്നുള്ള രീതിയിൽ. പക്ഷേ വീട് ഫീൽ ആയി പോയോ എന്നുള്ള രീതിയിൽ. പക്ഷെ അവിടെ നിന്നുള്ള വി സ്റ്റാർട്ട് ഗ്രോയിങ് സ്ലോലി. എനിക്ക് അത്രയും കുഞ്ഞിനെ തന്നെ അതൊക്കെ ഞാൻ ഫേസ് ചെയ്തത് കൊണ്ട് ഇപ്പൊ ഒക്കെ ഹേറ്റ് ഒക്കെ കണ്ടു നമുക്കൊരു പ്രശ്നമല്ല. എന്നുവെച്ചാൽ മാക്സ് ഇപ്പം പുള്ളിക്കാരിക്ക് ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ എന്തിനാ ഈ യൂട്യൂബേഴ്സിനൊക്കെ സ്ട്രൈക്ക് അടിക്കുന്നത്? അറിയാൻ പറ്റത്തോണ്ട് ചോദിക്കുകയാണ്. അറിയാമല്ലോ, ഈ അടുത്ത സമയത്ത് അൻസിയുടെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഭയങ്കര ചർച്ചാ വിഷയമായിട്ടുള്ളതായിരുന്നു. അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ ആ ഒരു വീഡിയോസ് ഇടുകയാണെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യുക, പിന്നെ ആ അക്കൗണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് തന്നെ ബാൻ ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളായിരുന്നു പോയിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്തത്. ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു, ഇന്ത്യയിൽ നിന്ന് ബാൻ ചെയ്ത കാര്യങ്ങളൊക്കെ. ആരൊരു പോസ്റ്റ് ഇട്ടാൽ പോലും ആ ഒരു വീഡിയോ സംബന്ധം കൊണ്ട് എന്ത് പോസ്റ്റ് വന്നാലും അപ്പോൾ ആ വീഡിയോ ഒന്ന് പോവാണ്, 1 മണിക്കൂറിനുള്ളിൽ ഡിലീറ്റ് ആയി പോവായിരുന്നു. അപ്പം തന്നെ അച്ഛൻ്റെ പവറും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ. ചേച്ചി എന്താ പറയുന്നത്? എന്താ കൊച്ചിപ്പോൾ പറഞ്ഞ എന്താണ് നിങ്ങൾ ശ്രദ്ധിച്ചോ? എനിക്കിപ്പോൾ ഒരു പ്രശ്നമേ ഇല്ലെന്ന്. അത്രയും പ്രശ്നമില്ലാത്ത ഒരാൾ എന്തിന് ഇതൊക്കെ ഡിലീറ്റ് ചെയ്യിക്കുന്നത്, അത് സ്ട്രൈക്ക് അടിക്കുന്നത്? ഫേസ്ബുക്കിലെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു പോലീസുകാരാണ് അത് ഹാൻഡിൽ ചെയ്തത്. പിന്നെ യൂട്യൂബിലുള്ള അതുൽ വ്ളോഗ്സിനൊക്കെ സ്ട്രൈക്ക് അടിച്ചായിരുന്നു പുള്ളിക്കാരി. അങ്ങനെ 2-3. പിന്നെ SRT വേൾഡ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൽ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിക്കാണെങ്കിലും സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട്. 6-7 പേർക്കുള്ള സ്ട്രൈക്ക് കിട്ടിയെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത്രയും പേടിക്കുന്ന ഒരാൾ എന്തിനാണ് ഈ സ്ട്രൈക്ക് ചെയ്യുന്നത്? പേടിക്കാത്ത ഒരാൾ. എന്തായാലും ഇൻ്റർവ്യൂ വന്നിട്ട് ഇരുന്നിട്ട് നല്ല ബോൾഡായിട്ടിരുന്ന് സംസാരിക്കാൻ എല്ലാവർക്കും അറിയാം. ആ ഒരു ഫാമിലിയിൽ ഇച്ചിരി കൂടെ ഇതുള്ളതെന്ന് പറഞ്ഞാൽ ആനയെടുത്ത് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും. ബാക്കി എല്ലാവരും ഇച്ചിരി ഓവറാണ്, നല്ല രീതി ഓവറാണ്. കാരണം എവിടെ പറയണമെന്ന് അറിയാലോ. പിന്നെ ദിയാകൃഷ്ണയുടെ കാര്യം പറയണ്ട, ഏറോടങ്ങ് ഏറാണ്. ചേച്ചി ഒന്ന് ഏറി അങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴായിരുന്നു അതിനേക്കാളും മേളി അനീതി പോയത്. അനീതി പോയപ്പോഴത്തേക്ക് ചേച്ചിക്ക് പിടിക്കൂ. അമ്മായിമ്മയുടെ കാര്യമായിട്ട് ചേച്ചി ഇന്നലെ അങ്ങ് ഇറങ്ങി. അപ്പോൾ ഒറ്റയടിക്ക് അനീതി അങ്ങ് താഴോട്ട് പോയി. ഇപ്പോൾ ചേച്ചി മേളോട്ടങ്ങ് പോയി. എന്തൊക്കെയാണ് കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? പൂക്കൾ എന്ന് പറയുന്ന ഒരു ആൽബം ഇവർ ഇറങ്ങിയിട്ടുണ്ട്. അത് സംബന്ധമായിട്ടുള്ള ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും അനീതി കൂടി പറയുന്ന ബാക്കി നമുക്ക് അങ്ങോട്ട് കേട്ടിട്ട് വരാം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക, ഒന്ന് ലൈക്ക് അടിച്ചേക്കുക, അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മൾ ഇഗ്നോർ ചെയ്യാൻ നോക്കും. സോ കുഞ്ഞിലൊക്കെ അങ്ങനെ ആയതുകൊണ്ട് എപ്പോഴും എവിടെയെങ്കിലും ആൾക്കാർ എന്തെങ്കിലും ഹേറ്റ് ഒക്കെ പറയണം. അത് നമ്മൾ അത്രയ്ക്ക് ബോധം ചെയ്യും. ബിക്കോസ് നമ്മൾ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട്. എപ്പോഴും ഹേറ്റിന് മേളിൽ തന്നെ ആയിരിക്കും നമ്മൾ ഇഷ്ടമുള്ള ആൾക്കാർ. അങ്ങനെ കുഞ്ഞിലെ തൊട്ട് നമ്മുടെ ഫാമിലി എല്ലാവരും ഫേസ് ചെയ്യണം. നമ്മൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്താൽ ഫുൾ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും. എല്ലാവരും ഒന്നിച്ച് നിൽക്കും. സോ കുഞ്ഞിലെ തൊട്ട് ഇതൊക്കെ കാണുന്നത് നോ ഐ റിയലി യൂസ്ഡ് ടു ഇറ്റ്. ഇപ്പം എത്ര വർഷമായി 6 years ഒക്കെ എപ്പോഴും സോഷ്യൽ മീഡിയ എനിക്ക് കാണും. റംബൂട്ടാൻ വീഡിയോ കിട്ടാന്ന് തോന്നി. ഇപ്പം ഫാമിലിയിൽ എല്ലാവരും റംബൂട്ടാനായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു റംബൂട്ടാൻ വെച്ചുള്ള കോണ്ടന്റ് വെച്ച് തന്നെ ഇവരെല്ലാവരും കൂടെ ഒരു 19 ലക്ഷം രൂപയെങ്കിലും ഉണ്ടാക്കി കാണുമായിരിക്കും യൂട്യൂബിൽ കൂടെ തന്നെ. ആദ്യം മകളിടുന്നു, ഇളയവളിടുന്നു, ചെറിയവളിടുന്നു, വലിയവളിടുന്നു, എല്ലാം ഇട്ട് കഴിയുമ്പോൾ അമ്മ വന്ന് ഇടുന്നു, അച്ഛൻ വന്നിട്ട് റിവ്യൂ നോക്കുന്നു. ഇതൊക്കെയായിരുന്നു കോവിഡ് സമയത്ത് ഇവരുടെ ചർച്ചാ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ. നമ്മളെല്ലാവരും ഒരേ രീതിയിലാണ് ഇടുന്നത്. വരുന്ന സമയത്താണെങ്കിൽ ഇവർ തന്നെയല്ലായിരുന്നു ഇൻസ്പിറേഷൻ? ആക്ച്വലി യൂട്യൂബ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് അമ്മോ ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്ത്. എന്നിട്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ എല്ലാവരും അച്ഛൻ മരണങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. നല്ല വൈബായിരിക്കും, എല്ലാവർക്കും കോൺടാക്ട് ക്രിയേറ്റ് അങ്ങനെ ചുമ്മാ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. എസ്പെഷ്യലി കോവിഡ് ടൈമിൽ നമുക്ക് സ്കൂളൊന്നും ഇല്ലാത്ത സോ ഫ്രീ. അങ്ങനെ അമ്മ ചെയ്യുന്ന കോണ്ടന്റ് ഒക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ വ്ളോഗ് ഒക്കെ ഇട്ട് അമ്മൂന്റെ വ്ളോഗ്സ് ആണ് നോൺ ഫോർ ദ എസ്തെറ്റിക് ആൻഡ് എഡിറ്റിംഗ് മാത്രമേ. പണ്ടൊക്കെ ഏറ്റവും വ്ളോഗിന് ഒരു എസ്തെറ്റിക് ഒന്നും ഇല്ല. പിന്നെ സ്റ്റോറി അമ്മൂന്റെ എഡിറ്റിംഗ് ഇൻസ്പയർ ആയി ഞാൻ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാം. അത് ശരിയാ. ഇവരുടെ പഴയ വ്ളോഗൊക്കെ എടുത്ത് നോക്കുമ്പോൾ ചുമ്മാ ഇങ്ങനെ എടുത്തു പോകുന്നതായിട്ടായിരുന്നു. ഇപ്പം അത്യാവശ്യം നല്ല എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല അറിയാലോ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ മക്കൾ എന്നുള്ള ലേബിളിലാണ് ഇവർ അറിയപ്പെടാൻ തുടങ്ങിയത്. അല്ലാതെ എല്ലാവരും പറയുന്നുണ്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, അവളൊരു സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്, അല്ല യൂട്യൂബ് കൊണ്ടല്ല. യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഒരു സ്ഥാപനം ഇട്ടിട്ടുണ്ട്. പക്ഷെ കൃഷ്ണകുമാർ ഇവരെ ഫസ്റ്റ് തന്നെ ഒരു വീഡിയോ ഇട്ടപ്പോൾ നല്ല വൈറലായിട്ടുണ്ടായിരുന്നു. നല്ലൊരു ടീമിൻ്റെ കയ്യിൽ ഈ അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവന്മാർ ആ സമയത്ത് നല്ല സെറ്റാക്കി പക്കയായിട്ട് കൊടുക്കും.
അങ്ങനെ അത് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് തുടക്കക്കാരൊക്കെ ഇവരെ പോലുള്ളവരൊക്കെ ഈ സിനിമ നടനൊക്കെ മക്കൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ റെക്കമെൻഡേഷൻ ചെയ്യാൻ വേണ്ടി പൈസ കൊടുത്തിട്ടുള്ള ഒരു പരിപാടി ഉണ്ട് യൂട്യൂബിൽ, അങ്ങനൊരു സിസ്റ്റം ഉണ്ട്. അങ്ങനെ കൊടുത്തു കഴിയുമ്പം ആൾക്കാരുടെ അടുത്തിട്ട് നമ്മുടെ വീഡിയോ റെക്കമെൻഡേഷൻ പോകും, അങ്ങനെ നല്ല വ്യൂ കയറും. അങ്ങനെയൊക്കെ ആയിട്ടാണ് എനിക്ക് തുടക്കം ഫീൽ ചെയ്തത്. കാരണം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ആദ്യം തന്നെ ഒരു വീഡിയോ ഇടുമ്പോൾ അത് വൈറലാകുന്ന 10, 5, 6 ലക്ഷമൊക്കെ വ്യൂ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അല്ലേ, ഒരൊറ്റ എക്സാമ്പിൾ, നമ്മുടെ ലാലേട്ടൻ ഒരു വീഡിയോ എടുത്തു, സ്പോട്ടിൽ തന്നെ ഒരു വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തെന്ന് വെച്ചോ വ്യൂ കയറുമോ? ഇല്ല. നല്ലൊരു ടീമിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വ്യൂ കയറും. ഇവർക്ക് അങ്ങനെയൊക്കെയാണ് തുടക്കം കിട്ടിയതെന്നാണ് എനിക്ക് അന്നത്തെ ഇത് വെച്ച് നോക്കിയപ്പോൾ. ഞാൻ ആ സമയത്തൊക്കെ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ പഠിക്കുമായിരുന്നു. ആ സമയത്ത് ചാനൽ തുടങ്ങിയ സമയമായിരുന്നു, പണ്ട് കുക്കിംഗ് ചാനലായിരുന്നു. അപ്പം എനിക്കത് നല്ല രീതിയിൽ അറിയാമായിരുന്നു. ആരെങ്കിലും റെക്കമെൻഡേഷൻ ചെയ്യാനും യൂട്യൂബിൽ തന്നെ റെക്കമെൻഡേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കയറി കഴിഞ്ഞിട്ട് പിന്നീടുള്ള നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോഴായിരിക്കും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുകയൊക്കെ ചെയ്യുന്നത്, കുറച്ചും കൂടെ പോവുകയൊക്കെ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, ബാക്കി വെക്കാം. ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നമ്മൾ കാണുമ്പോൾ തന്നെയാണ് നമ്മുടെ യൂട്യൂബ് അക്കൗണ്ട് കാണുന്നത്. അല്ലാതെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു ലോകം മൊത്തം കാണുന്ന ബ്രോഡ്കാസ്റ്റിംഗ് ചാനൽ അങ്ങനെയല്ല കാണുന്നത്. അതായത് ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എന്റെ തോട്ട്സ് ഷെയർ ചെയ്യുന്ന പോലെ എന്റെ യൂട്യൂബ് ഹാൻഡിലിൽ ഞാൻ എന്റെ പെർസ്പെക്ടീവ് വേ, ലൈക്ക് ഫോർ എക്സാമ്പിൾ ജപ്പാൻ ത്രൂ മൈ ഐസ് ഞാൻ ഷെയർ ചെയ്തു. അതേപോലെ ഹൻസിക്കയുടെ ചാനലിൽ ഹൻസിക്കയുടെ പെർസ്പെക്ടീവ് ഇടുന്നു. നമ്മൾ അതിന് ഇത്രയായിട്ടാണ് കാണുന്നത്. നല്ലതാ. എന്തായാലും ചേച്ചിയുടെ കുട്ടിയുടെ ഇപ്പോൾ സബ്സ്ക്രിപ്ഷനൊക്കെ തുടങ്ങി 4150ഓളം സബ്സ്ക്രിപ്ഷൻ ആയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 16,11,500 രൂപയോളം ഉണ്ട് അതിനകത്ത്. ഇപ്പോൾ പുള്ളിയുടെ സബ്സ്ക്രിപ്ഷനകത്ത് ഞാൻ ഇപ്പോഴും തുറന്നു പറയാം, അത് സബ്സ്ക്രിപ്ഷൻ വീഡിയോ അല്ല, അത് ലീക്ക് ആയതല്ല, അത് അതിനകത്തിട്ട് കാണിച്ച വീഡിയോ ഒന്നുമല്ല സബ്സ്ക്രിപ്ഷനകത്ത്. ഇത് സ്നാപ്പിൽ കണ്ട് പ്രൈവറ്റ് ആയിട്ടോ സ്നാപ്പിലിട്ടൊരു വീഡിയോ ആണ്. അതങ്ങ് ആരോ റെക്കോർഡ് ചെയ്ത് പുറത്ത് വിട്ടേ കണ്ടാണ് സംഭവം വർക്കൗട്ട് ചെയ്യുന്നത്. പിന്നെ പല ആൾക്കാരും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു, ആ കൊച്ചു കാണിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഇല്ലെന്നും പറഞ്ഞ ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാനതിനകത്തൊന്നും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, 2-3 സീൻ മാത്രം അതിച്ചിരി വേണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞു പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും രൂപ ഇപ്പോൾ കൊച്ചിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സബ്സ്ക്രിപ്ഷൻ എടുക്കാനും ആൾക്കാരുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഉറപ്പായിട്ടും നിങ്ങൾ തന്നെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, നിങ്ങളുടെ ചോയ്സ് ആണ്. എന്താണ് കൂടി കാണുന്നത് എന്നുള്ളത് എങ്ങനെയായിരിക്കും അതിനെ നിങ്ങൾ തരംതിരിക്കുക. നിങ്ങൾ ഇപ്പോൾ പബ്ലിക് ആക്കുന്നത് അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട് എന്നത് ചിലപ്പോൾ മനസ്സിലാവാതെ അറിയാത്ത കാര്യങ്ങൾക്ക് പോലും ബ്ലോഗിൽ വന്ന എഡിറ്റഡ് ബ്ലോഗിൽ വന്ന കാര്യങ്ങൾ ചിലപ്പോൾ ആളുകൾ പഠിക്കുന്നതും പലപ്പോഴും കേൾക്കാറുണ്ട്. അപ്പൊ എനിക്ക് പേഴ്സണലി അങ്ങനത്തെ, കാരണം ഞാൻ അത്രയും ശ്രദ്ധിച്ച്, കാരണം ഇപ്പം ഒരു ട്രാവൽ ബ്ലോഗ് ആണെങ്കിൽ ഐ ജസ്റ്റ് ഡോക്യുമെന്റ് ഓൾ മൈ എക്സ്പീരിയൻസ്, തിരിച്ചൊക്കെ വന്നിട്ട് ഞാൻ അതിനെ എഡിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു എഡിറ്റ് നറേറ്റീവിന് സൂട്ട് ആവുന്ന പോകുന്ന സാധനമാണ്. ഇപ്പം വേണ്ടാന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് കളയുന്നത് ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും ലാഗ് തോന്നുന്നതോ അല്ലെങ്കിൽ ആവശ്യമില്ലാന്ന് തോന്നുന്നതോ ആയിട്ടുള്ള ഫുട്ടേജ് ആയിരിക്കും. അപ്പൊ എനിക്ക് ഞാൻ യൂഷ്വലി ഇപ്പോൾ ഒരു എന്റെ ബ്ലോഗ്സിനെ, എന്റെ ട്രാവൽ ബ്ലോഗ്സിനൊക്കെ ഞാനൊരു കുഞ്ഞു സിനിമ പോലെയാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പൊ ഞാൻ അത്ര ശ്രദ്ധിച്ച് നോക്കി എഡിറ്റ് ചെയ്ത് അത് റിവ്യൂ ചെയ്ത് അങ്ങനെയാണ് യൂഷ്വലി. എനിക്കങ്ങനെ വേണ്ടാത്തതൊന്നും വിട്ട് വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്ക് വന്നിട്ടില്ല. ഞാൻ യൂഷ്വലി അത്ര നോക്കിയാണ് ഇടുന്നത്. ഇപ്പൊ വീട്ടില് അതായത് ചേച്ചിക്ക് നല്ല പേടിയുണ്ട് കേട്ടാ, നല്ല പേടിയുണ്ട്. കാരണം ഇവൾമാര് ഏറി പോകുന്ന പോലെ പുള്ളിക്ക് പോകാൻ പറ്റൂല. പുള്ളി കുറച്ച് അറിയാലോ, ഇമേജ് ഒക്കെ നഷ്ടപ്പെടുന്ന പുള്ളിക്കാരിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. പുള്ളി നല്ലതായിട്ട് ഇരിപ്പുള്ളൂ. അത് പുള്ളിയുടെ ബ്ലോഗും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ അടുത്ത സമയത്ത് അപ്പൂപ്പ മരിച്ചതിന്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ഇമോഷണലും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിലാം ചില ആൾക്കാരൊക്കെ ഇതിച്ചിരി ഓവറല്ലേ, കഴിഞ്ഞു വരികയല്ലേ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എനിക്കൊന്നും അതുപോലും പുള്ളിക്ക് അങ്ങോട്ട് താങ്ങാൻ പറ്റിയിട്ടില്ല, ഇതുപോലുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ. ചേച്ചി ബാക്കി പറ. ഏറ്റവും കൊച്ചുകുട്ടി എന്ന് പറഞ്ഞാൽ ഹൻസികയായിരിക്കും ഉറപ്പായിട്ടും. ഇപ്പോഴും അമ്മ വല്ലോ മറ്റേ ആ കൊച്ചിനെ വിളിക്കുന്നു പറയുമ്പോൾ നമ്മൾ ഹൻസികനെ അല്ല, ഹൻസിക ഒരു വലിയ കുട്ടിയാണ്, പക്ഷെ ഇപ്പോഴും വീട്ടിലെ കൊച്ചുകുട്ടിയല്ലേ. അപ്പം കൊച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഹൻസിക വരുന്നത്, പക്ഷെ ഹൻസികയുടെ കൊച്ചുകുട്ടി അല്ല ഇപ്പൊ. അതാ വീഡിയോ കണ്ടപ്പോ മനസ്സിലായി. റൊണാൾഡോ ഒക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങി, കാൻഡിഡ് ബ്ലോഗ്സ് ഇടുന്നു. അതവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി നല്ലല്ലോ ചെയ്യുന്നത്. ഇറ്റ് ഇസ് ഓൺലി ബിക്കോസ് ദേ വാണ്ട് ടു ബിൽഡ് ദാറ്റ് വൺ എക്സ്ട്രാ വളരെ ഒരു പേഴ്സണൽ ലെവൽ കണക്ഷൻ വിത്ത് ആൻ ഓഡിയൻസ്. അപ്പം അത് നമുക്ക് ഓൾറെഡി ഉള്ളൊരു സാധനമാണ്. അപ്പൊ അതിനെ നമ്മൾ ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് വേണം കാണാനെന്നേ ഞാൻ. റൊണാൾഡോയൊക്കെ വെച്ച് കമ്പയർ ചെയ്താ, റൊണാൾഡോ തുടങ്ങിയത് എല്ലാവർക്കും അറിയാം. നമ്മുടെ റൊണാൾഡോയും KL വൈജു ആ പുള്ളിക്കാരനെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട് ആൾക്കാരൊക്കെ. റൊണാൾഡോ ആ പടം ഒന്ന് തുടങ്ങിയപ്പോൾ തന്നെ അങ്ങോട്ട് 10 മില്യനായി. പിന്നെ പുള്ളി ഒരു വീഡിയോ കണ്ടിട്ടുള്ളൂ, 1-2 വീഡിയോ ഒക്കെ ഇട്ടായിട്ട്. അയാൾ സ്ഥിരം വീഡിയോ ഇടുവാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിരിക്കും വരുന്നത്. എന്നിട്ടും കുറേയാണ് ഇപ്പോഴും അദ്ദേഹത്തിനെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴേ അതിനേക്കാളും കോമഡി വരുന്നത്. അയ്യോ, അതിപ്പോ നമ്മൾ കണ്ടിട്ടുണ്ട് നല്ല രീതിയിൽ, അതുകൊണ്ട് അതിനെ കുറിച്ചൊന്നും ചോദിക്കില്ലേ. ലേൺ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് ഷീ ഈസ് എ വെരി കേപ്പബിൾ പേഴ്സൺ. അതായത് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ്
അമ്മ ഭയങ്കര കേപ്പബിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മളെ സ്വയം വളരെ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല ദാറ്റ് ഓ ആസ് എ ഗേൾ വി ആർ ലെസ് കേപ്പബിൾ, അല്ലെങ്കിൽ ഇത് നമുക്ക് പറ്റില്ല. കാരണം അമ്മയെല്ലാം ഭയങ്കര ടഫായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അപ്പം അത് ഡെഫിനറ്റ്ലി നമുക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ വേറെ എന്താണ്, കുഞ്ഞിനെ തൊട്ട് നമുക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അമ്മ അത് നമ്മളെ ഡിഫിക്കൽട്ട് ആണെന്ന് അറിയത്തില്ല. ആ രീതിയിൽ അമ്മ നമുക്കത് കംഫർട്ടബിൾ ആക്കി തരും കുഞ്ഞിനെ തൊട്ട് എല്ലാവരുടെയും കാര്യത്തിൽ. അപ്പം അമ്മ ഇങ്ങനെ എപ്പോഴും ലൈക്ക് ഒരു ഗിവ് അപ്പ് സിറ്റുവേഷനെ കാണത്തില്ല. അമ്മയ്ക്കായാലും അച്ഛനായാലും ദേ ഓൾവേസ് നമുക്ക് അഡ്വൈസ് തരും എന്താണെങ്കിലും ഗിവ് അപ്പ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ. അപ്പം കുഞ്ഞിനെ തൊട്ട് എത്ര ഡിഫിക്കൽട്ടീസിലൂടെ നമ്മൾ പോയെങ്കിലും നമുക്ക് അത് അത്രയ്ക്ക് നമ്മൾ അന്ന് എഫക്ട് ചെയ്തിട്ടില്ല. ബിക്കോസ് നമ്മുടെ പേരൻസ് അത്രയ്ക്ക് നമ്മൾ മാക്സിമം കംഫർട്ടബിൾ രീതിയിലാണ് വളർത്തിയത്. നമ്മൾ പിന്നെ വലുതായിട്ട് റിയലൈസ് ചെയ്യുമ്പോൾ പോലെ ഓ അത്രയ്ക്ക് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആയിരുന്നല്ലോ, ബട്ട് സ്റ്റിൽ ദേ വാണ്ട് us to feel that. സ്കൂളിൽ പോകുന്ന ടൈമൊക്കെ ആയിരുന്നെങ്കിലും ഞാൻ പക്ഷേ പലപ്പോഴും ഈ ദൈവമേ, ഇതെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഒരു വീഡിയോ ഞാൻ വെച്ചുതരാവേ. പറയും ഇന്ന വേഷം ഇപ്പൊ സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാറുണ്ട്. ഇപ്പൊ കൃഷ്ണകുമാരനെ സംബന്ധിച്ച് ഇപ്പം വീട്ടില് ഈ 4 പെൺമക്കളെ അവരുടെ വേഷങ്ങൾ എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. അക്കാര്യങ്ങളിൽ വേഷത്തിന്റെ കാര്യത്തിൽ മലയാളിയുടെ മനസ്സ് ഇപ്പോഴും വളരെ ഈ ഒരു പരമ്പരാഗതമായ രീതിയിൽ കിടക്കുക. അല്ല, ഈ വസ്ത്രധാരണം ഒന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിഷയമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, ഒരു സ്ത്രീ വസ്ത്രം ധരിക്കാതെ റോഡിലൂടെ നടന്നാൽ പോലും നോ എന്നാണെങ്കിൽ ആ സ്ത്രീയുടെ ശരീരത്തിൽ തൊടാൻ പാടില്ല. അത് കേരളത്തിലെ ലോകത്തെവിടെയാണ്. പക്ഷേ ഇതെല്ലാം നടന്നാൽ ഏത് വസ്ത്രം ആർക്കും ധരിക്കാം, അത് വേറെ. പക്ഷെ ഞാൻ എന്റെ മക്കളോട് ഞാനൊരു കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. വസ്ത്രം നല്ല രീതിയിൽ ധരിച്ചിരിക്കണം. അത് ശരീരം കവർ ചെയ്യാൻ വേണ്ടിയാണ് വസ്ത്രം ധരിക്കുന്നത്. പരമാവധി ഏറ്റവും നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുക. ഈ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പോലും ഞാൻ പറഞ്ഞു കൊടുക്കരുത്, എവിടെ വേണോ നിങ്ങൾക്ക് പോകാം, പോകുന്നതിന് കുഴപ്പമില്ല. എന്തൊരു നല്ല തന്ത. മോളെന്താ മുമ്പേ പറഞ്ഞു, ഒന്നും കൂടെ കേൾക്കാം. കുഞ്ഞിനെ തൊട്ട് നമുക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അമ്മ അത് നമ്മളെ ഡിഫിക്കൽട്ട് ആണെന്ന് അറിയത്തില്ല. ആ രീതിയിൽ നമ്മൾ നമുക്കത് കംഫർട്ടബിൾ ആക്കി തരും കുഞ്ഞിനെ തൊട്ട് എല്ലാവരുടെയും കാര്യത്തിൽ. അപ്പം അമ്മ ഇങ്ങനെ എപ്പോഴും ലൈക്ക് ഒരു ഗിവ് അപ്പ് സിറ്റുവേഷനെ കാണത്തില്ല. അമ്മയ്ക്കായാലും അച്ഛനായാലും ദേ ഓൾവേസ് നമുക്ക് അഡ്വൈസ് തരും എന്താണെങ്കിലും ഗിവ് അപ്പ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ. അപ്പം കുഞ്ഞിനെ തൊട്ട് എത്ര ഡിഫിക്കൽട്ടീസിലൂടെ നമ്മൾ പോയെങ്കിലും നമുക്ക് അത് അത്രയ്ക്ക് നമ്മൾ അന്ന് എഫക്ട് ചെയ്തിട്ടില്ല. ബിക്കോസ് നമ്മുടെ പേരൻസ് അത്രയ്ക്ക് നമ്മളെ മാക്സിമം കംഫർട്ടബിൾ രീതിയിലാണ് വളർത്തിയത്. നമ്മൾ പിന്നെ വലുതായിട്ട് റിയലൈസ് ചെയ്യുമ്പോൾ പോലെ ഓ അത്രയ്ക്ക് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആയിരുന്നല്ലോ, ബട്ട് സ്റ്റിൽ ദേ വാണ്ട് us to feel that. സ്കൂളിൽ പോകുന്ന ടൈമൊക്കെ ആയിരുന്നെങ്കിലും ഞാൻ ഓ മനസ്സിലായി കാണുമല്ലോ. നല്ലതാ. ചുരുക്കം പറഞ്ഞ് ചിരിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അച്ഛൻ്റെ ഓരോ സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ പുച്ഛം മാത്രമേ തോന്നുന്നുള്ളൂ. കാരണം അന്ന് വന്നിട്ടിരുന്ന് സംസാരിച്ച നിങ്ങൾ കേട്ടല്ല, എന്തുവാ പറഞ്ഞത്? മക്കളോട് മാന്യമായിട്ട് അങ്ങനെയാണ് വസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ ഈ ആൾക്കാരുടെ മുമ്പിൽ കാണിക്കുന്ന ഒരു രീതിയുണ്ട്. ആൾക്കാരുടെ മുമ്പിൽ വെച്ച് കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യും, പക്ഷെ പ്രവൃത്തി വേറെയാണ്. അത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണുമെന്ന് തോന്നുന്നുണ്ട്. കഷ്ടം. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് ഇതൊന്നും വലിയ കാര്യമല്ല, ഇതൊന്നും നമ്മളിതിന് ഒരുപാട് ടെൻഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊരു ഭയങ്കര കൂൾ എന്നല്ല, ടെൻഷൻ എടുക്കും. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് ഞാൻ വിട്ടുകളയും. അപ്പൊ അത് നമുക്ക് കുറച്ച് സ്ട്രെസ് ഫ്രീ ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾക്കിപ്പോ ഈ പറഞ്ഞ പോലെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു തെറിവിളി സിനാരിയോ നടക്കുവാണെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ മൈൻഡ് ചെയ്യണ്ട എന്ന് നമുക്ക് അതിനെ നോക്കാൻ പറ്റിയിട്ടുള്ളത്. കാരണം നമ്മുടെ ലൈഫിൽ പല ഇങ്ങനത്തെ ഒരു കൺവെൻഷണൽ പാരന്റ്സ് ആണെങ്കിൽ ചിലപ്പോൾ പിള്ളേരെ അടിച്ചു കൊല്ലാവുന്ന സാഹചര്യങ്ങളിൽ ചിലപ്പോൾ അമ്മയൊക്കെ അതിനെ അങ്ങ് പറയാനുള്ളത് പറഞ്ഞിട്ട് പിന്നെ അങ്ങ് വിട്ടുകളയും, പിന്നെ അങ്ങ് മൂവ് ഓണോ. ഓക്കെ, പീപ്പിൾ ക്യാൻ മേക്ക് മിസ്റ്റേക്സ്, യു കൻ ജസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ്, ഫോർഗിവ് ഇറ്റ് ആൻഡ് മൂവ് ഓൺ. അല്ലാതെ മറ്റേ മോറൽ പോലീസിങ് ചെയ്ത് കുത്തി പറഞ്ഞ് അതെന്നും ഓർമ്മിപ്പിക്കുന്ന അങ്ങനെയൊന്നും മെൻഷൻ ചെയ്യാറില്ല. അതൊക്കെ വളരെ നല്ല. ഇപ്പൊ നമുക്ക് ഭാവിയിൽ കുട്ടികൾ ഉണ്ടാകുമ്പോൾ വീൽ ആക്ച്വലി കീപ് ദാറ്റ് ഇൻ മൈൻഡ്. കാരണം ഒരു പോയിന്റിന്റെ അപ്പുറത്തേക്കൊന്നും നമ്മൾ ഓവർ ആക്കരുത് ചില കാര്യങ്ങൾ. യു ഷുഡ് ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ. അപ്പൊ നമുക്കും നമ്മളെയും കുറച്ച് ഫ്രീ ആക്കും അതിനെ. അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ അച്ഛനും അമ്മേനെ പേടിച്ചോ അവര് നമ്മളെ വർക്ക് പറയോ ആ ഒരു ഫിയർ ഇല്ലാതെ നമുക്ക് വളരാൻ പറ്റും. അതും നല്ലൊരു കാര്യമാണ്. ഓക്കെ, എന്തായാലും പരമാവധി എല്ലാവരും ഈ ഒരു ഇന്റർവ്യൂ കാണുന്നത് നല്ലതായിരിക്കും. കാണുമ്പോൾ ഇവരോട് ചിലപ്പോൾ ഇഷ്ടം തോന്നുമായിരിക്കും. ആ പെൺകുട്ടികൾ നല്ല മെച്ചൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഇതൊക്കെ പുറമെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഒരു ഇന്റർവ്യൂ വന്നിട്ട് ഇരുന്നുള്ള സംസാരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും പ്രവർത്തിക്കത്തില്ലെന്ന് മാത്രം മനസ്സിലായി കാണുമെന്ന് തോന്നുന്നുണ്ട്. ഇതൊന്നും കാണിക്കുന്നില്ല. ബ്ലോഗ് ഇടുമ്പോഴേ ഇതിൻ്റെയൊക്കെ തനിക്കോണങ്ങളും അത് കാണിക്കുന്നതും മറ്റേ കാണിക്കുന്നതും മറിച്ചത് കാണിക്കുന്നതും വായി തുറന്ന വിവരക്കേടുകളൊക്കെ ഇവരുടെയൊക്കെ ബ്ലോഗ് കാണുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ആൾക്കാരുടെ മുമ്പിൽ ഇരുന്നിട്ട് ഇതുപോലുള്ള വലിയ വലിയ സംസാരങ്ങളൊക്കെ സംസാരിക്കുന്നത് അത് വെറും ഷോ ഓഫ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കൂടുതൽ വെക്കുന്നില്ല, ഇനി ഉണ്ട് സാധനം വെറുതെ വെച്ച് സമയം കളയണ്ടെന്ന് കരുതി ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ബൈ, ലവ് യു ഓൾ.